നമസ്കാരം, ഞാൻ മിഥുന, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ക്ലസ്റ്റർ ബിയിൽ വരുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ നമ്മൾ മുഴുവനായിട്ടും 3 ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി എന്ന് പറഞ്ഞിട്ട്. ക്ലസ്റ്റർ എയിലാണ് സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ വരുന്നത്. അതായത് വളരെ ഓഡായിട്ടുള്ള എക്സെൻട്രിക് ആയിട്ടുള്ള ട്രേറ്റ്സ് നമുക്ക് അവരിൽ കാണാൻ പറ്റും. ക്ലസ്റ്റർ ബിയിലാണ് ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നത്. അതിന്റെ ഒപ്പം തന്നെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ക്ലസ്റ്റർ ബിയിലാണ് വരുന്നത്. ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സ് നമുക്ക് ഇവരിൽ കാണാൻ പറ്റും. ക്ലസ്റ്റർ സിയില് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറും അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡറും ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡറും ആണ് ക്ലസ്റ്റർ സിയിൽ വരുന്നത്. അതായത് ഫിയർഫുൾ ആയിട്ടുള്ള ആൻഷ്യസ് ആയിട്ടുള്ള ഒരു ട്രേറ്റ് നമുക്ക് അവരിൽ കാണാൻ പറ്റും. സോ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ദേ വിൽ ഹാവ് എ സ്ട്രോങ് ഡിസയർ ഫോർ സീക്കിംഗ് അറ്റൻഷൻ സീക്കിംഗ് ആണ് ഇവരിൽ മെയിൻ ആയിട്ടും കാണുന്നത്. അതായത് അവരായിരിക്കണം സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് പലപ്പോഴും അവരുടെ ഡ്രസ്സിങ്ങിലൂടെ ആയിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ സംസാര രീതി, പെരുമാറ്റ രീതിയിലൂടെയൊക്കെ നമുക്ക് പുറമേ ഉള്ളവർക്ക് അത് പ്രകടമായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സിൽ ഡ്രസ് ചെയ്യുക, എപ്പോഴും ഔട്ട്ഫിറ്റ് മാറ്റിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഓടായിട്ട് ഡ്രസ് ചെയ്യുന്ന രീതിയൊക്കെ അവരിൽ ആ ഒരു അറ്റൻഷൻ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പെരുമാറുന്നതാണെന്നുണ്ടെങ്കിലും ഓടായിട്ട് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ഒച്ചത്തിൽ സംസാരിക്കുക, ഡ്രമാറ്റിക് ആയിട്ട് സംസാരിക്കുക, മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക, സെഡക്റ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യുക, അങ്ങനെയുള്ള ടെൻഡൻസീസ് നമുക്ക് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളിൽ കാണാൻ പറ്റും. സിംറ്റംസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റൻഷൻ സീക്കിങ് കണ്ട് ഇപ്പൊ ഒരു സദസ്സിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒച്ചത്തിൽ സംസാരിക്കുക, ഡൊമിനന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക, അത് സന്തോഷമാണെന്നുണ്ടെങ്കിലും അത് പൊട്ടിച്ചിരിക്കുക, മറ്റുള്ളവർ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇൻ കേസ് ഇഫ് ദേ നോട്ടീസ് പീപ്പിൾ ആർ നോട്ട് പേയിങ് അറ്റൻഷൻ ടു ഇറ്റ്, അവർക്കത് ആ ഒരു ആക്ഷൻ എസ്കലേറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുകയും ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ വളരെ ഷാലോ ആയിട്ടുള്ള ഇമോഷൻസ്, സൂപ്പർഫിഷ്യൽ ആയിരിക്കും, മറ്റുള്ളവരുടെ മുന്നിൽ ഫേക്ക് ചെയ്യുക, ഇൻസിൻസിയർ ആയിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ഒരു ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇമോഷൻസിൽ എക്സ്ട്രീം ലെവലിലായിരിക്കും അവരത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ സന്തോഷമാണെങ്കിലും വിഷമമാണെന്നുണ്ടെങ്കിലും അതിന്റെ എക്സ്ട്രീം ലെവലിൽ ആഹ്ലാദം ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ സങ്കടമാണെന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവരൊരു സിമ്പതി തരണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അതിന്റെ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുക, അത് എസ്പെഷ്യലി ആളുകളുടെ മുന്നിൽ വിഷമിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് അവരിൽ കാണാൻ പറ്റും. ഫിസിക്കൽ അപ്പിയറൻസിന് കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കും. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ എപ്പോഴും ഔട്ട്ഫിറ്റ്സ് മാറിക്കൊണ്ടിരിക്കുക, സ്പെൻഡ് മച്ച് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, അതേപോലെ ഓക്കെ ആണോ, ഡ്രസ് ഓക്കെ ആണോ, അങ്ങനെയുള്ള ഒരു റീഅഷ്യൂറൻസും വാലിഡേഷനും സീക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവരിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആ ഒരു കോംപ്ലിമെന്റ്സ് സീക്ക് ചെയ്താൽ മാത്രമേ അവരവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളൂ. അതുകൂടാതെ ഇപ്പൊ റിലേഷൻഷിപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റിലേഷൻഷിപ്പിലൊക്കെ തന്നെ ഒരു ചെറിയ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബോണ്ടാണെന്നുണ്ടെങ്കിലും അവരത് വളരെ അഫെക്ഷനേറ്റ് ആയിട്ട് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഒരു മിനിമൽ ജസ്റ്റേഴ്സ് പോലും, ഫ്രണ്ട്ലി ആയിട്ടുള്ള ജസ്റ്റേഴ്സ് പോലും അത് അഫെക്ഷനേറ്റ് ആണ്, അല്ലെങ്കിൽ അത് ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഇത്തരം കൂട്ടർക്കുണ്ട്. മാത്രമല്ല ക്രിറ്റിസിസംസിനെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടായിരിക്കും അവരെടുക്കുന്നത്. ആരെങ്കിലും ഒരു എതിരഭിപ്രായം പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവർക്ക് നോ പറയാൻ പറ്റാതെ വരിക, ഒഫൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവർക്ക് അവരിൽ നിന്നുള്ള ആ ഒരു അറ്റൻഷൻ കിട്ടാതെ പോവുമോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അപ്രൂവൽ എനിക്ക് നഷ്ടപ്പെട്ടു പോവുമോ എന്നുള്ളൊരു പേടിയുടെ പുറത്ത് അവർ ആ ഒരു അറ്റൻഷനാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല പെട്ടെന്ന് ബോറടിക്കും ഈ കൂട്ടർക്ക്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറച്ചു കാലം ഒരേ കാര്യം ചെയ്യുമ്പോഴോ അവർക്കത് ബോറടിക്കുകയും നോവൽറ്റി സീക്ക് ചെയ്യും, എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യുക, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പല റീസൺസ് ഉണ്ട്. മെയിൻ ആയിട്ടും ജെനറ്റിക്സ് ആണ്, ഹെറിഡിറ്ററി ആയിട്ട്. ഇപ്പൊ പാരന്റ്സ് ആർക്കെങ്കിലും പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ട്, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ക്ലസ്റ്റർ ബിയിലുള്ള ഏതെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് പിന്നീട് ലേറ്റർ സ്റ്റേറ്റസ് ഓഫ് ലൈഫിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചൈൽഡ്ഹുഡ് അബ്യൂസ്, ഇമോഷണൽ നെഗ്ലെക്ട്,
സെക്ഷൽ അബ്യൂസ്, ഫിസിക്കൽ ആയിട്ടുള്ള അബ്യൂസുകളൊക്കെ തന്നെ അതിനൊരു കാരണമാവുന്നുണ്ട്. പാരന്റിങ് സ്റ്റൈലിന് വലിയൊരു റോളുണ്ട്. പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അവരെ വളർത്തി കൊണ്ടുവന്ന ആ ഒരു രീതി, ഇപ്പൊ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു ദിവസം അവരെ അടുത്ത് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ചെയ്യുന്ന കാര്യത്തിനൊക്കെ അവരെ ഇമോഷണലി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവരുടെ അടുത്ത് പെരുമാറുന്നു, അതുപോലെ കംപ്ലീറ്റ്ലി വിഡ്രോൺ ആവുന്നു. അതേസമയം വേറൊരു ദിവസം വളരെ ഹാപ്പി ആയിട്ട് അഫെക്ഷനേറ്റ് ആയിട്ട് അവരുടെ അടുത്ത് പെരുമാറുക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ അവിടെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പാരന്റിങ് കൊണ്ടുപോകുക എന്നുള്ളതിലൊക്കെ തന്നെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. അതുകൊണ്ട് ഇത് ഹിസ്ട്രോണിക് അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷൻ എങ്ങനെ സീക്ക് ചെയ്യാം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി കിട്ടാതെ പോവുകയും ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള ഡിസോർഡർ ആയിട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻസ്, ഒരു കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യണം, പബ്ലിക്കിന്റെ മുന്നിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരെ എങ്ങനെ ഡ്രസ് ചെയ്യണം, അപ്പൊ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കുട്ടിക്ക് തന്നെ ഒരു തോന്നൽ വരും, ഓക്കെ ഞാൻ ഇങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് അറ്റൻഷൻ സീക്ക് ചെയ്യണത്, എന്നാൽ മാത്രമേ ബാക്കിയുള്ളവർ തന്നെ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ തനിക്കുള്ള ഒരു തന്നെ അംഗീകരിച്ചു തുടങ്ങുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് കുട്ടിക്ക് കിട്ടി തുടങ്ങും. അതുപോലെ ഒബ്സർവേഷനിലൂടെ, നമ്മൾ മോഡലിംഗ് എന്ന് പറയും, കുറേയൊക്കെ ശീലങ്ങൾ അല്ലെങ്കിൽ കുറേയൊക്കെ അവരുടെ ആക്ഷൻസ് ഇമിറ്റേറ്റ് ചെയ്യാണ്, മറ്റുള്ളവരെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ചില കേസിൽ ചില ട്രേറ്റ്സിന്റെ ഭാഗമായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഒരു സെൽഫ് വർത്ത് ഇല്ലായ്മ, ഒരു സെൽഫ് എസ്റ്റീം ഇല്ലായ്മ, അതിന്റെയൊക്കെ ഭാഗമായിട്ടും ഈ ഒരു ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള അറ്റൻഷൻ കിട്ടുമ്പോഴാണ് അവർ ആ ഒരു പോരായ്മയെ ഇല്ലാണ്ടാക്കുന്നത് എന്നുള്ള ടെൻഡൻസീസും ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മെയിൻലി ഇപ്പോൾ ക്ലിനിക്കൽ ഇന്റർവ്യൂ ആണ്. നമ്മൾ അവരുമായിട്ട് സംസാരിക്കും, ഇരുന്ന് എങ്ങനെയായിരുന്നു മുന്നേ ഉള്ള ഹിസ്റ്ററി, എങ്ങനെയായിരുന്നു മുന്നേ ഇതുപോലുള്ള എപ്പിസോഡ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പേഴ്സണാലിറ്റി ഇവോൾവ് ആയി വന്നത് എന്നുള്ളതൊക്കെ സംസാരിച്ചറിയും. അതുപോലെ കൂടെയുള്ള ആൾക്കാരുമായിട്ടും സംസാരിക്കും, അവരായിട്ട് എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. ഇൻവെന്ററീസ് ആൻഡ് അസസ്മെന്റ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് പല ടെസ്റ്റുകളിലൂടെയും പേഴ്സണാലിറ്റി ഇൻവെന്ററീസ്, മിനസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി, അങ്ങനെയുള്ള കുറെ ടെസ്റ്റുകൾ, ഇപ്പൊ പ്രോജക്റ്റീവ് ടെക്നിക്സ്, റോർഷാക്കിംഗ് ബ്ലോട്ട് ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന, അവർക്ക് മറ്റെന്തെങ്കിലും ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കൂടെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഡയഗ്നോസിസ് എത്തിക്കുന്നത്. കോമോബിഡിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഡിസോർഡേഴ്സിന്റെ കൂടെ കണ്ടുവരാനുള്ള സാധ്യതയും ഉണ്ട്. ഇപ്പോ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, നാർസിസിസം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ, എനിക്ക്, എൻ്റെ എന്നുള്ളൊരു ഭാവമാണ്. സോ അതിന്റെ ഭാഗമായിട്ട് അവർ അറ്റൻഷൻ സീക്ക് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവരും തന്നെ പരിഗണിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം, ആ ഒരു ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ട്രേറ്റ്സ് അവരിൽ നമുക്ക് കാണാൻ പറ്റും. സോ അതിന്റെ ഭാഗമായിട്ട് ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഇമോഷൻസ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും, റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും, സെൽഫ് ഹാർമിങ് ടെൻഡൻസീസ് വരിക. സോ അതിന്റെയൊക്കെ ഭാഗമായിട്ടും അവരൊരു അറ്റൻഷൻ സീക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ സെൽഫ് ഹാർമിംഗ് ഒക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ അതൊരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും ഒക്കെ ഈ ഒരു ട്രേറ്റ്സ് ഒക്കെ തന്നെ കോമോബിഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല സൊമാറ്റിക് സിംറ്റം ഡിസോർഡറിന്റെ ഭാഗമായിട്ട്, ഇപ്പൊ സൊമാറ്റിക് സിംറ്റം എന്ന് പറയുമ്പോൾ അവിടെയും ഒരു സിമ്പതി സീക്ക് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ സിക്കാണ്, എനിക്ക് വയ്യ എന്നുള്ളത്, അത് ചില സമയങ്ങളിൽ ചില കേസുകളിൽ അത് ബാക്കിയുള്ളവരുടെ അറ്റൻഷൻ കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നവരും ഉണ്ട്. സോ അങ്ങനെയുള്ള ട്രേറ്റ്സുകൾ നമ്മൾ ഓവർലാപ്പ് ചെയ്യാനുള്ള ടെൻഡൻസീസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ തന്നെ ഇതൊരു ഹിസ്ട്രോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്നുള്ളത് ഡിഫറൻഷ്യലി ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുന്നേ അതിൽ കുറെ ലിമിറ്റേഷൻസ് വരും. ഇപ്പൊ ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും വ്യക്തിത്വ വൈകല്യം ആയതുകൊണ്ട് തന്നെ മെഡിക്കേഷൻസ് വർക്ക് ആവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള ഏതെങ്കിലും ഡിസോർഡർ ഇതിന്റെ കൂടെ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ത്രൂ സൈക്കോതെറാപ്പീസ് ആണ് നമ്മൾ അതിനെ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ ഇപ്പൊ തെറാപ്പിസ്റ്റുമായിട്ടാണെന്നുണ്ടെങ്കിലും അവർക്ക് അവിടെ ഒരു അറ്റൻഷൻ കിട്ടണം എന്നുള്ള നിർബന്ധം വരും, അല്ലെങ്കിൽ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ അവരുടെ കഥകളൊക്കെ തന്നെ പറഞ്ഞ് ധരിപ്പിക്കുന്നത്. സോ ആ ഒരു ബയാസ് അതിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഡിപ്പെൻഡൻസി ഇഷ്യൂസ് വരാം. മാത്രമല്ല ഇപ്പൊ തെറാപ്പിസ്റ്റിനെ ആണെന്നുണ്ടെങ്കിലും അവിടെ ഷെഡ്യൂൾ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ അവർ ബിഹേവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. മെയിനായിട്ടും അവർക്ക് ആ ഒരു ഇൻസൈറ്റ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളൊരു റിയലൈസേഷൻ ഇത്തരം കൂട്ടറിൽ നമുക്ക് കാണുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്.
ആൻഡ് ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ മെയിൻലി സൈക്കോതെറാപ്പീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പ്രൊവൈഡ് ചെയ്യും. കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുമ്പോൾ കോഗ്നിഷൻ മാറണം, ബിഹേവിയർ മാറണം. അതിലൂടെ ഇപ്പൊ കോഗ്നേറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും. പലപ്പോഴും തോട്ട് പാറ്റേണിന്റെ ഭാഗമായിട്ടായിരിക്കും അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. സോ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് CBT-യിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അവരുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ ഇമോഷൻസിനെ സ്റ്റേബിൾ ആക്കി കൊണ്ടുവരാനും ഒക്കെ DBT ഹെൽപ്ഫുൾ ആവും. അതുപോലെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറാപ്പീസ്, റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ, JTMR പോലുള്ള ടെക്നിക്സ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. ഒരു ഗ്രൂപ്പ് തെറാപ്പി, ഫാമിലിക്കും ഒരു സൈക്കോ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ ഏത് രീതിയിൽ അവരുടെ ബിഹേവിയർ, അവരുടെ ഓരോ മാനേഴ്സിനെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർക്കും ഒരു സൈക്കോ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ആൻഡ് സ്കീമ തെറാപ്പി, പല തോട്ട്സും എങ്ങനെയാണ് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മാറ്റിയെടുക്കാൻ വേണ്ടി സ്കീമ തെറാപ്പി പോലുള്ള തെറാപ്പീസ് യൂസ്ഫുൾ ആണ്. ചില കേസസിൽ മെഡിക്കേഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ വേറെ BPD-യുടെ ഭാഗമായിട്ടും അല്ലെങ്കിൽ മറ്റ് നാർസിസിസം അല്ലെങ്കിൽ ഇതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഡിപ്രഷന്റെ ഭാഗമായിട്ടും ആൻസൈറ്റിയുടെ ഭാഗമായിട്ടൊക്കെ അവർ ഇങ്ങനത്തെ ട്രൈറ്റ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ മാനസികാരോഗ്യ വെല്ലുവിളികൾ മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മെഡിക്കേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നത്. താങ്ക് യു സോ മച്ച്.